ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്ന് UDF ഈ മാസം 12-ന് നേതൃയോഗം ചേരും. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഷാഫി ഇല്ലാത്ത പാലക്കാടാണ്, കടുക്കും എന്ന തിരിച്ചറിവ് UDF നേതൃത്വത്തിനുണ്ടോ? അശ്മി, തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനാണ് ഈ മാസം 12-ന് UDF നേതൃയോഗം ചേരുന്നത്. അന്ന് UDFിൻ്റെ നിയമസഭാ മാർച്ചുണ്ട്. ഈ മാർച്ചിന് ശേഷം ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും നേതൃയോഗം ചേരുക. ഈ യോഗത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം പൊതുവിൽ അവലോകനം ചെയ്യും. ഒപ്പം തന്നെ തൃശ്ശൂരിലെയും ആലത്തൂർ മണ്ഡലത്തിലെയും പരാജയത്തിനുള്ള കാരണങ്ങൾ യോഗം വിലയിരുത്തും. ഒപ്പം തന്നെ ചേലക്കരയിലെയും പാലക്കാട് മണ്ഡലത്തിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും യോഗം ചർച്ച ചെയ്യും. സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല. പക്ഷേ ആരെ നിർത്തണം, ഇവിടുത്തെ ഫാക്ടറികൾ ഏത് തരത്തിൽ ഒരുങ്ങണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് മുരളീധരൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെ ഘടകകക്ഷികൾ യോഗത്തിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് UDFിൽ ഉത്തരം നൽകേണ്ടി വരും. എന്തായാലും ജൂൺ 12-ന് തിരുവനന്തപുരത്ത് UDFിന്റെ നേതൃയോഗം ചേരും. മിന്നും വിജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയം, അതിന്റെ വിജയാഹ്ലാദത്തിൽ ഇരിക്കാതെ അടുത്ത ഇലക്ഷനിലേക്ക് കടക്കുകയാണ് UDF നേതൃത്വം.